ഹായ് ഗെയിമേഴ്സ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ നൊസ്റ്റാൾജി സാധനമായിട്ടുള്ള പെസ് 2021 ഈസ് ബാക്ക്. അപ്പോൾ ഗൈസ്, ഈ ഗെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാതെ മുതൽ നമ്മളിന്ന് ഈ ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒറ്റൊരു ഈ ഫുട്ബോൾ ഗെയിം അഥവാ ഒറ്റൊരു കൊനാമിൻ്റെ ഒറ്റ ഗെയിമേ നമ്മളെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഫുട്ബോളിൻ്റെ ഒറ്റ ഗെയിം മാത്രം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കയ്യിലുള്ള ഈ ഫുട്ബോളും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നമ്മളെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കണം. ഈ ക്ലോൺ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഫുട്ബോളും കാര്യങ്ങളൊക്കെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനിയാണ് നമ്മളെ ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലോൺ ആപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തോളി, അതൊന്നും സീനില്ല. പക്ഷെ നമുക്ക് ഒറ്റ OBB ഫയൽ മാത്രമേ ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലേ സ്റ്റോർ പോയതിന് ശേഷം നിങ്ങൾ സെഡ് ആർച്ചീവർ എന്ന് പറഞ്ഞൊരു ആർച്ചീവ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്പും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഒരു ഗ്രീൻ കളറിലുള്ള ആപ്പായിരിക്കും. സെഡ് ആർച്ചീവർ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ആപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കണം. ദെൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ഗൂഗിളിൽ പോവുക, അല്ലെങ്കിൽ എൻ്റെ ബയോയിൽ ലിങ്ക് കൊടുക്കാം. 100% ഉറപ്പൊന്നും നൽകുന്നില്ല, ഞാൻ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കൊടുക്കില്ല. ഈ പെസ് 2021 ഈസ് ബാക്ക് ഡൗൺലോഡ് എന്നാണ്ട് അടിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് താഴോട്ടേക്ക് ഇങ്ങനെ നീക്കി പോവുക. ഇതിൽ നമുക്ക് +OBB എന്ന് പറഞ്ഞൊരു ഫയൽ കാണായും. ഇതിനകത്തേക്ക് നമ്മൾ പോവാം. നമുക്ക് അടിയിലേക്ക് പോകുന്നതിനനുസരിച്ച് ഓരോ പെസ്സിൻ്റെ പഴയ നൊസ്റ്റാൾജിയൊക്കെ നമുക്ക് കാണിച്ചു തരും. പകരം കുറച്ചുകൂടി അടിക്ക് പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് പെസ് 2021 APK പറഞ്ഞിട്ട് കാണായും. അവിടെ പോയിട്ട് നിങ്ങൾ അടിച്ചായാലും ഇങ്ങനെ സെക്കൻഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു. ഈ സെക്കൻഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കവിടെ 3 ഫയലും കാര്യങ്ങൾ വരും. ഫസ്റ്റത്തെ 2 ഫയലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതാ ഈ ഫസ്റ്റത്തെ APK ഫയൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഫുൾ മീഡിയ ഫയർ ലിങ്കാണ്. അപ്പോൾ വേഗം തന്നെ പോയി ഡൗൺലോഡ് ചെയ്യണം. ആൻഡ് ഈ ലിങ്കും കാര്യങ്ങളൊക്കെ എക്സ്പയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിനകത്ത് പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അവിടെ ജനറേറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് നമ്മളെ മറ്റേ ലിങ്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യലും. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ലിങ്ക് ഓപ്പൺ ചെയ്യാണ്. ഡൗൺലോഡ് 2-3 ഡൗൺലോഡ് അടിച്ചണം. എന്തൊരു പ്രശ്നം ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഡൗൺലോഡ് ചെയ്യാനെന്ന് കാണിച്ചത്. അപ്പോൾ 2 ഫയൽ ഈ ഒരു രീതിക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ 2 ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫയൽ ഇപ്പോൾ ഡൗൺലോഡ് ആവും, മറ്റേ ഫയൽ JP Pro-T PESM-G ഇങ്ങനെ 2 ഫയൽസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിൻ നെറൂത്ത ആ ഫയൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ആ ഫയലും കൂടെ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാ ഫയലും കാര്യങ്ങളും ഡൗൺലോഡ് ആയി. അത് ഫുള്ള് ഡൗൺലോഡായി കിട്ടിയാലേ നമുക്ക് സംഭവം നടത്തുകയുള്ളൂ. അപ്പോൾ അത് ഡൗൺലോഡ് ആയിക്കോട്ടെ. നമുക്ക് ഈ ഫുട്ബോൾ പെസ് 2021 സാധനം ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് വൺസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ പെസ്സിൻ്റെ ആ ഒരു ഫയലും കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാൾ എനിവേ എന്നുള്ള ആ ഒരു ഓപ്ഷനും കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആപ്പും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആവും. എന്നിട്ട് നമ്മൾ ഡണ്ണാണ് അടിക്കേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെയൊക്കെയൊക്കെ ഡൗൺലോഡ് ചെയ്തിരുത്തിന് അത്യാവശ്യം നല്ല ടൈം എടുത്തിക്കണേ ആയിക്കോണല്ലേ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് ഡൗൺലോഡ് ആവണേ. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ 2 ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇത് ഞാൻ ആക്കണ കണ്ടു. നമ്മുടെ APK ഫയൽ നോർമലി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ദെൻ നമുക്ക് ഈ ഒരു ഫയലാണ് മെയിൻ ആയിട്ടുള്ളൊരു ഫയൽ. അപ്പോൾ ഇത് 1.17 GB കാര്യങ്ങളൊക്കെ വരുന്നൊരു ഫയലാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനായിട്ടുള്ള സെഡ് ആർച്ചീവറിലേക്ക് നേരെ പോവുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഡൗൺലോഡിനകത്ത് പോവുക. എന്നിട്ട് താഴത്തേക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കാണായും. എന്നിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ കൊടുക്കുക. പിന്നെ ഓൾറെഡി എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ JP Pro-T PESM എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണായും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മെയിൻ എന്ന് പറയുന്ന ഫസ്റ്റത്തെ സാധനമുണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി അടിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ടോപ്പിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിവൈസ് സ്റ്റോറേജിലേക്ക് പോവുക. നേരെ ആൻഡ്രോയിഡിനകത്തേക്ക് പോവുക, OBBയുടെ അകത്തേക്ക് പോവുക. JP Pro-T PESM എന്ന് പറയുന്ന സാധനത്തിൽ കൊണ്ടുപോയാണ്ട് ഈ താഴെയായിട്ടുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സാധനം കാര്യങ്ങളൊക്കെ ഇവിടേക്ക് സിമ്പിളായിട്ട് പേസ്റ്റ് ആയി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പേസ്റ്റ് ആവുക. ഇപ്പോൾ തൽക്കാലത്തിനകത്ത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇനി വീണ്ടും ഡിവൈസ് സ്റ്റോറേജിൽ പോവുക, ഡൗൺലോഡിൽ പോവുക. ഈ ഒരു ഓപ്ഷനിൽ പാച്ച് എന്ന് പറയുന്ന 2ാമത്തെ ഫയൽ നമുക്ക് നേരെ പോയി ഡിവൈസ് സ്റ്റോറേജിൽ ആൻഡ്രോയിഡിൽ OBBയിൽ ഈ PESM എന്ന് പറയുന്ന ഇതിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തിടുക. അപ്പോൾ ഈ 2 ഫയലും
ഔട്ട് ഇതിനകത്തേക്ക് സക്സസ്ഫുള്ളായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത ടൈമിൽ ഇത് പേസ്റ്റ് ആവണില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ നേരെ ZR Archiver ആപ്പ് ഇൻഫോയിൽ പോയതിന് ശേഷം നിങ്ങളുടെ പെർമിഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനൊരു ഓപ്ഷൻ അവിടെ കാണായും അത് നിങ്ങൾ ഓഫ് ചെയ്തിടുക. അതുപോലെ തന്നെ ഈ താഴത്തുള്ള ഈ ഒരു അൺഗോൺ ആപ്സിൻ്റെ ഓപ്ഷന് അലോ അടിച്ചിടുക. ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആവും. ദെൻ നമ്മൾ നേരെ പോവുക. പെസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അലോ കൊടുത്തു. അപ്പോൾ നമ്മളെ പെസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ പണ്ടത്തെ കൊനാമി എന്നുള്ളത് എഴുതി വന്ന് നമ്മളെ പെസ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മളോട് ഇതാ പണ്ടത്തെ രീതിക്ക് ഭാഷയും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ നെക്സ്റ്റ് അടിച്ച് വിട്ടിട്ടുണ്ട്. പണ്ടത്തെ ആ കറക്കലും പണ്ടത്തെ ആ ഫീല് നമുക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് നമുക്കിനി അതിൽ കൺട്രി നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യ കൺട്രിയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. താഴോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ കൺട്രിയോട് കാണാം. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ നമുക്കിതാ ആ ഒരു പഴയ പെസ്സിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാൻസൽ അടിക്കുകയാണ്. അപ്പോൾ അതും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. യു ആർ നോട്ട് ലോഗ്ഡ് ഇൻ ടു ഗൂഗിൾ പേ എന്താണ് ഓവറായിട്ട് അടിച്ച് കൊടുക്കുക. ആൻഡ് അക്സെപ്റ്റ് കൊടുക്കുക. ആ പഴയ കറങ്ങുന്ന സ്റ്റൈല് അത് കണ്ടപ്പോൾ തന്നെ ഒരു വേറെ ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ്. നമ്മൾ ക്ലാസിക്കാണ്. നോർമലി ഞാൻ ക്ലാസിക്കാണ് അന്നൊക്കെ കളിച്ചിരുന്നത്. ഞാൻ നെക്സ്റ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. പണ്ടത്തെ പെസ് എങ്ങനെ ഇത് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ഇത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ സ്കില്ലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. മൈ ക്ലബ് എന്നൊക്കെ പറഞ്ഞ കേട്ട് കാണുന്നുണ്ട്. പണ്ടത്തെ പെസ് കളിച്ചവർക്ക് ഇതൊക്കെ അറിയായിരിക്കും. ഫസ്റ്റ് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സ്കില്ലപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഫുട്ബോളിൽ അങ്ങനെ ഒരു സംഭവമാണ് വരുന്നത്. ഇതിൽ ഇങ്ങനെയാണ്. അപ്പോൾ രണ്ടിലും വ്യത്യാസമുണ്ട്. അതായത് ഇത് നമുക്ക് ലെവലിന് ഡ്രിബ്ലിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോണത്. ഞാൻ ഫുൾ ഡ്രിബിൾ ചെയ്ത് പോവാണ്. കറക്റ്റ് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ തന്നെ ഡ്രിബിൾ ആവും. അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ലെവലപ്പും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തീർത്തതിന് ശേഷം കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ പ്രസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്കിപ്പോൾ ടീം FC ബാഴ്സലോണ നമ്മളേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഫുള്ള് കഴിഞ്ഞ് നമ്മൾ FC ബാഴ്സലോണയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലൊരു എക്സിബിഷൻ മാച്ചുകളിലൊക്കെ നടക്കുകയാണ്. ഞാൻ എനിക്കിതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടത്. എനിക്ക് സ്കിപ്പ് അടിച്ച് വിടാണ് ഞാനിതൊക്കെ. എനിക്കിതിൻ്റെ ഉള്ളിൽ കാണണം. എനിക്ക് എക്സിബിഷനൊന്നും കളിക്കണ്ട. എനിക്കിതിൻ്റെ ഉള്ളിൽ കാണണം. ഓക്കെ ഗൈസ്, വി ആർ ഇൻ ദ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ടീമും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മളെ റിയൽ മാഡ്രിഡും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളെ നെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ നെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിയൽ മാഡ്രിഡ്. ഓക്കെ ഗൈസ്, നമ്മൾ റിയൽ മാഡ്രിഡ് തൽക്കാലം കൊടുത്തു. നമ്മളെ കോച്ചും കാര്യങ്ങളൊക്കെയാണിത്. നമ്മൾ ജസ്റ്റ് സൈൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ആൻഡ് നമ്മുടെ അടുത്ത് ഇത്ര പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂ അടിച്ചു. ലെറ്റ്സ് ട്രൈ. നമ്മുടെ അടുത്ത് 5000 കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് സ്പിൻ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. എനിക്കിപ്പോൾ കാണേണ്ടത് മറ്റേ റോസ് ആ സാധനം ഉണ്ടല്ലോ, അതാണ് എനിക്കിപ്പോൾ കാണുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഏജൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്തേക്ക് പോവാണ്. എന്നിട്ട് നമ്മൾ ബോക്സ് ഡ്രോയിലേക്ക് പോവാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഗോഡ്സ് എന്ന് പറയുന്ന ഒരു പാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ സൈൻ കൊടുത്തേക്കാണ്. $252. ഗൈസ്, നമ്മുടെ ലെജൻഡിൻ്റെ ആ ഒരു അനിമേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ്? ബ്ലാക്ക് ബോളാണ്. ആരാണിത്? സോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഓ ഗൈസ്, നമ്മളെ റിയൽ മാഡ്രിഡിലേക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ വന്നേക്കാണ്. എൽബർ എന്നാണ് പേര്. കൂടെ നമുക്ക് ബെർക്കാമ്പിനും കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ നമുക്കൊരു പാക്ക് കൂടെ ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് ട്രൈ കൂടെ കൊടുത്തേക്കാണ്. ഈ കൂണിക്കടിച്ച് ഇതാണ് ഈ ഒരു അന്വേഷണം കാണാനായിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത്.
ഓ ഗൈസ്, അപ്പോൾ ഇത് അടിക്കുന്നുണ്ട്. റൊണാൾഡോ ആണോ? ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലല്ലോ, അല്ലല്ല, വലുപ്പല്ല നിങ്ങളല്ല. ഓ ആരുടെ? ഓക്കെ ഗൈസ്, സ്കൂൾസ് ആണ്, കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഇതൊന്ന് കള്ളിമിച്ചറാണ് ട്രൈ. നമ്മൾ നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട്. അൺലിമിറ്റഡൊന്നുമല്ല. ദെൻ നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് പോവാണ്. അപ്പോൾ അവിടെ ഫീച്ചേർഡ് ഉണ്ട്, ഐക്കോണിക് ഉണ്ട്. പിന്നെ ഐക്കോണിക്കിൽ എനിക്കൊരു ഫ്രീ ട്രൈ ഉണ്ട്. ഞാൻ ഐക്കോണിക്കിനകത്തുള്ള ഫ്രീ ട്രൈ കൊടുത്തേക്കാണ്. അത് തന്നെ ഐക്കോണിക് അടിച്ചിരിക്കുകയാണ്. ആ ഫ്രീ ട്രൈ നമുക്ക് ഐക്കോണിക് അടിച്ചിരിക്കുകയാണ്. ലക്കി അക്കൗണ്ട് എന്നൊക്കെ പറയാം. ലക്കി അക്കൗണ്ട് ആരാടത്? ഓ മാൻ. ഓക്കെ, നമ്മുടെ ടീം ഫുള്ള് ഐക്കോണിക് ആക്കാനുള്ള സാധനം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഫീച്ചറിൽ കൊടുത്തിട്ടുണ്ട്. ലെജൻഡിലാണ്. ലെജൻഡിൽ നമ്മളൊരു ട്രൈ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ലെജൻഡ്. നമ്മളെ ക്യാമറ അതിൻ്റെ ഇടയിൽ കട്ടായി പോയി. അപ്പോൾ നമ്മൾ സെൽഫി ക്യാമറയ്ക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അടിച്ചിട്ടുള്ള ആളാരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ടൈമിലൊന്ന് കളിച്ചു നോക്കുക. അപ്പോൾ നമ്മളെ പണ്ടത്തെ നൊസ്റ്റാൾജി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കഴിയണത്ര ഈ ഒരു പാക്ക് കാര്യങ്ങളൊക്കെ കറക്കുക. അപ്പോൾ നമുക്ക് ഐക്കോണിക് അടിച്ചു. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ.